എന്നും തേനീച്ചകളെ നോക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെ, ഇന്ന് വിളവെടുപ്പിൻ്റെ അവസാന സമയമാണ്. തേനീച്ചകളെ ശല്യപ്പെടുത്താതെ വളരെ സാവധാനം ഞാൻ പരിശോധിക്കാൻ തുടങ്ങി. എന്തൊരു അത്ഭുതമല്ലേ! എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇത്രമാത്രം തേന് ശേഖരിച്ചു വെക്കുന്നത്. എൻ്റെ ലൈഫിൽ ഇത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. എന്തൊരു അത്ഭുതം നോക്കി, പ്രകൃതിയുടെ വലിയൊരു സമ്മാനം. ഞാൻ എല്ലാ പ്രാവശ്യവും തേൻ വിളവെടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മണത്ത് നോക്കാറുണ്ട്. വല്ലാത്തൊരു സുഗന്ധമാണ്. ഒരു അത്തറിനും കിട്ടൂല കേട്ടോ ഇതിൻ്റെ ഒരു സുഗന്ധം. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് തേനീച്ചകളുടെ കൂടെ സഞ്ചരിച്ച് ആ തേനിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖമുണ്ട്. അത് വല്ലാത്തൊരു സന്തോഷമാണ്. എന്തായാലും ഈ തേനറകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഈ വർഷത്തെ അവസാനത്തെ തേൻ വിളവെടുപ്പ്, അതിൻ്റെ ഒരു ആവേശത്തിലും അതിൻ്റെ ഒരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. ഇനി അടുത്ത കൊല്ലാവണം ഇതേപോലെ ഈ നാട്ടിൽ നിന്ന് തേൻ കിട്ടാൻ വേണ്ടിയിട്ട്. ശുദ്ധമായ തേൻ നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ, കൂടെയുള്ളവരെയും കഴിപ്പിക്കണ്ടേ. അപ്പോൾ ഈ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് ഞാനൊരു കൂട്ടുകാരനും ഞാൻ ഈ തേൻ കൊടുത്തു. കുറച്ച് നാളത്തെ പരിചയമുള്ളൂ, ഈ തേനിലൂടെ വന്ന പരിചയമാണ്. പക്ഷേ ആളൊരു വളരെ സ്മാർട്ടായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഞാനും തേൻ കഴിച്ചു, അദ്ദേഹത്തിനും തേൻ കൊടുത്തു. എന്തൊരു സന്തോഷം അല്ലേ. അപ്പോൾ ശരി, തൗഫീഖിൻ്റെ പിന്നെ കാണാം.